എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വിഷയം എൻ്റെ മൂക്കിലെ മൂക്കുത്തിയെക്കുറിച്ചാണ്. പലവരും ചോദിക്കുന്നു, എന്താണ് ഈ മൂക്കുത്തി ഇട്ടിരിക്കുന്നത്, പുരുഷന്മാർ മൂക്കുത്തി ധരിക്കാമോ എന്നതിനെക്കുറിച്ചൊക്കെ പലവരും ചോദിച്ചു. അപ്പം ഇനി എൻ്റെ വീഡിയോകൾ കാണുന്ന ആൾക്കാരും എന്നോട് ചോദിക്കരുത് എന്താ മൂക്കുത്തി ഇട്ടിരിക്കണേന്ന്. അതിനുള്ള ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ചുവന്ന ബട്ടനൊക്കെ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഓരോ വീഡിയോകളും കാണാൻ കഴിയും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. ഇന്നത്തെ വിഷയം മൂക്കുത്തിയെ കുറിച്ചാണ്. പുരുഷന്മാർ മൂക്കുത്തി ധരിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ പുരുഷന്മാർക്ക് കാതു കുത്താം. അത് പഴമക്കാർ പറയുന്നത് കാത് കേൾക്കുന്ന ഒന്നാണ്. അതായത് കാത് ആകാശമാണ്, ആകാശം പുരുഷനാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് കാതുകുത്താം. എന്നാൽ മൂക്ക് മണത്തറിയുന്നതാണ്. അതായത് മൂക്ക് ഭൂമിദേവി സങ്കല്പമാണ്. അതിനാലാണ് സ്ത്രീകൾക്ക് മൂക്ക് കുത്താം. എന്നാൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ പുരുഷനിലും ഒരു സ്ത്രീയുണ്ട്, എല്ലാ സ്ത്രീയിലും ഒരു പുരുഷനുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എല്ലാവരും ഉറച്ചു പറയും ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ് എന്ന്. എന്നാൽ അതല്ല സത്യം. ഒരു സ്ത്രീയിലെ പുരുഷനും ഒരു പുരുഷനിലൊരു സ്ത്രീയുമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്നിലൊരു സ്ത്രീ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ എന്നിലുള്ള ആ സ്ത്രീ അലങ്കാരമായിരിക്കട്ടെ, ഭംഗിയായിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ മൂക്കുത്തി ധരിച്ചിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് ദേവിക്കല ഉള്ളതാണ്. ആ ദേവിക്കലയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഭഗവതിയുടെ ആ പ്രസന്നയായി സൗന്ദര്യവതിയായ മുഖം ഇവിടെ പ്രകാശിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ സ്റ്റൈലായിട്ട് മൂക്ക് കുത്തുന്നുണ്ട്, കാതും കുത്തുന്നുണ്ട്, മൂക്കും കുത്തുന്നുണ്ട്. അതെന്താണെന്ന് അവർക്ക് അറിയില്ലെങ്കിലും അവരിലുള്ള സ്ത്രീ അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് 1-2 വട്ടം കേൾക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ അർദ്ധനാരീശ്വരൻ ശിവഭഗവാനാണ്. അപ്പോൾ പകുതി സ്ത്രീയും പകുതി പുരുഷനും. അത് പലരും തെറ്റിദ്ധരിച്ചിട്ട് ട്രാൻസ്ജെൻഡർ രൂപത്തിലൊക്കെയാണ് ചിത്രീകരിച്ചു കൊണ്ടുപോകുന്നത്. അതിൻ്റെ അർത്ഥം അതല്ല. സ്ത്രീയും പുരുഷനും സമത്വമാണ്. അതായത് സ്ത്രീയെപ്പോലെ പുരുഷനെ പോലെ തുല്യമാണ് സ്ത്രീയും. പുരുഷ നിന്നിലൊരു സ്ത്രീയുണ്ട്, സ്ത്രീ നിന്നിലൊരു പുരുഷനുണ്ട്. അതാണ് അവിടെ ഭഗവാൻ പരമേശ്വരൻ അർദ്ധനാരീശ്വര സങ്കല്പത്തെ നമുക്ക് മനസ്സിലാക്കിയും ബോധ്യപ്പെടുത്തിയും തരുന്നത്. അതുകൊണ്ട് ഇനി ആരും ചോദിക്കരുത് എന്തുകൊണ്ടാണ് മൂക്കിൽ മൂക്കുത്തിയിട്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതിലും വലിയ മൂക്കുത്തി, ഇപ്പോൾ ഇത് ചെറിയതല്ലേ, ഇത്രയ്ക്കേ ഉള്ളൂ. ഇതിലും വലിയ മൂക്കുത്തികളാണ് ഇനി ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്നത്. കാണിച്ചു തരാം. ഇതാ ഒരു മൂക്കുത്തി കാണുന്നുണ്ടോ? ഇതാ കണ്ടില്ലേ? ഇതൊരു മൂക്കുത്തി. ഇനി ഇതൊരു മൂക്കുത്തി കണ്ടോ? ഇതൊരു മൂക്കുത്തി. ഇനി അതിലും അല്പമുള്ള മറ്റൊരു മൂക്കുത്തി കണ്ടോ? അപ്പോൾ ഇതൊക്കെ ഞാൻ ധരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കൊതിക്കും. ആരും കൊതിക്കരുത്, ആരും കൊതിക്കരുത് കേട്ടോ. സ്ത്രീകളോട് പ്രത്യേകിച്ച്. എൻ്റെ മൂക്കിൽ ഈ മൂക്കുത്തികളൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾ അസൂയപ്പെടരുത്. മനസ്സിലായിട്ടോ?
ഇങ്ങനെ എൻ്റെ മൂക്കിൽ കിടക്കുമ്പോൾ നിങ്ങൾ അസൂയപ്പെടരുത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ ഈ മൂക്കുത്തിയൊക്കെ ഇങ്ങനെ ഇട്ട് പോകുമ്പോൾ പലവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമില്ലാതെ പലവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് കടന്നു പോകും. കാരണം നമ്മളിൽ എന്തെങ്കിലും വ്യത്യസ്ത ഉള്ളത് കൊണ്ടാണ് അവർ നോക്കുന്നത്. അവർ നോക്കിക്കോട്ടെ. നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് എന്തിനാണ് മറുപടി കൊടുക്കുന്നത്? എന്തുണ്ടാ നോക്കണേ, എന്തുണ്ടീ നോക്കണേ എന്ന് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് മെല്ലെ നടന്നു പോകുക. അപ്പോൾ അവരും ചിലവർ നമ്മുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. അവർ പിന്നെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ നല്ലൊരു സുഹൃത്തായി മാറും. മനസ്സിലായി മക്കൾക്ക്? ആര് നമ്മളെ പരിഹസിച്ചാലും പുച്ഛിച്ചാലും നമ്മളെന്ത് ചിന്തിക്കണം? നമ്മളവരെ പുഞ്ചിരിച്ചു കൊണ്ട് കടന്നു പോകുക. മനസ്സിലായോ? അതിൽ പല അർത്ഥമുണ്ട് ആ പുഞ്ചിരിച്ച് കടന്നു പോകുന്നതിൽ. മനസ്സിലായിട്ടുണ്ടോ? ആ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ചിലവർ വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. ഭ്രാന്തുണ്ട്, ഒരു സംശയവുമില്ല. എനിക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള സർവ്വാചാരങ്ങളിലും ഭ്രാന്തുണ്ട്. മനുഷ്യൻ ഓരോന്നും കാട്ടുന്നത് അവൻ്റെ ഉള്ളിലെ ഭ്രാന്താണ്. ഭ്രാന്തില്ലാത്ത ആരുമില്ല. അത് മൂർച്ഛിക്കുമ്പോഴാണ് ചിത്തഭ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഭ്രാന്ത് ചെറിയ രീതിയിൽ എല്ലാവരിലും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെയുള്ള ചെറിയ ഭ്രാന്ത് എനിക്കുമുണ്ട്, മൂർച്ഛിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കൂ.